ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബൺ ഷവർമ ഉണ്ടാക്കിയാലോ. അത് നമ്മളൊരു പാന് വയ്ക്കുക, എന്നിട്ട് അത് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ ഇടുക. ചിക്കൻ മാഗ്നേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയാണ് കേട്ടോ നമ്മൾ ചിക്കൻ മാഗ്നേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുക. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ വേഗം ഫ്രൈ ചെയ്ത് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ വേഗം ഫ്രൈ ചെയ്ത് കിട്ടും. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമ്മുടെ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ബോയിൽ ചെയ്ത എഗ്ഗാണെങ്കിൽ നമുക്ക് അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ പകരം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ മയോണൈസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. പച്ചമുട്ടയും കാട്ടിൽ ഏറ്റവും നല്ലത് ബോയിൽ ചെയ്ത എഗ്ഗ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നമ്മൾ അതേ ടേസ്റ്റ് തന്നെ കിട്ടും, കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ മയോണൈസിന് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ട് വെജിറ്റബിൾസും ക്യാരറ്റും കാബേജും ആണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിലോട്ട് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ അതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അതെല്ലാവരുടെയും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ ഇതിൽ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഇത് ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ, ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യുക. ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ മയോണൈസ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസും അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബ്രെഡെന്ന് വേണം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മളതിൽ ആവി ഏറ്റെടുക്കുക കേട്ടോ. ഈ ബണ്ണ് ചെയ്തിട്ടുള്ളത് ബണ്ണിന് ആവി ഏറ്റെടുക്കുക ചെയ്ത്, അപ്പോൾ ഒന്നും കൂടി നന്നായി സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് ആ ബണ്ണിലോട്ട് നമ്മുടെ ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ ബൺ ഷവർമ റെഡിയായി. അപ്പോൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ബൺ ഷവർമ റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.